ബലാത്സംഗ കേസ് ഗൂഢാലോചന എന്ന് ചൂണ്ടിക്കാട്ടി റാപ്പർ വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങുകയാണ്. വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കാണ് കുടുംബം പരാതി നൽകിയത്. സർക്കാർ അത് ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കുന്നു. ഒരു പരാതിയല്ല, 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതെന്ന് വേടന്റെ സഹോദരനും മറ്റൊന്ന് വേടന്റെ സഹോദരിയും സമാനമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. ജൂലൈ 31 വേടനെതിരെ തൃക്കാക്കര പോലീസ് ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നതിനിടയിൽ 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് വരികയാണ്. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആ സമയത്താണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് വേടന്റെ കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്ന ഘട്ടത്തിൽ വേടനും സമാനമായ ആശങ്ക പങ്കുവച്ചിരുന്നു. ഗൂഢാലോചനയുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് താൻ ഇപ്പോൾ തയ്യാറല്ല, കേസിന്റെ നടപടികൾ കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു വേടൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഈ കുടുംബം നൽകിയ പരാതിയിൽ അതിലൊരു പരാതി വേടന്റെ സഹോദരിയുടെ പരാതിയാണ്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് തൃക്കാക്കരയിലാണ്. അതുകൊണ്ട് ഈ വേടന്റെ കുടുംബം നൽകിയ പരാതി അതിൽ എന്താണ് വസ്തുത എന്നുള്ളത് അന്വേഷിച്ച് തൃക്കാക്കര ACP റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഗൗരവത്തോട് തന്നെ സർക്കാർ എടുക്കുന്നു. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് വേടന്റെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്.